സമ്പാദ്യശീലം നമുക്കെല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കുട്ടിക്കാലം തൊട്ട് തന്നെ കുട്ടികളോട് വഞ്ചിയിൽ തുക ഇട്ടുവെക്കുന്നതിനെ നാണ്യത്തൊട്ടുകൾ ഇട്ടുവെക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. സ്കൂളുകളിലെത്തുമ്പോൾ സഞ്ചയിക തുക നമ്മൾ മാറ്റിവെക്കാറുണ്ട്. എന്നാൽ ജീവിക്കുന്നതിനിടയിൽ, തിരക്കിട്ട ജീവിതത്തിനിടയിൽ നാളേക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം സമ്പാദിക്കുന്നുണ്ട്, പണം മാറ്റിവെക്കുന്നുണ്ട്? ഈ ചോദ്യം ഉന്നയിക്കാൻ കാരണം 5 പതിറ്റാണ്ടിലധികമായി പ്രവാസ ലോകത്തിരുന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, ശ്രീ കെ വി ഷംസുദ്ദീൻ. ടി ടോക്കിൽ ഇന്നും നമ്മോടൊപ്പമുള്ളത് ശ്രീ കെ വി ഷംസുദ്ദീനാണ്. നമസ്കാരം സർ. നമസ്കാരമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സമ്പാദ്യത്തെക്കുറിച്ച് തന്നെയാണ്. ഇനി അങ്ങോട്ട് പ്രവാസികൾക്കിടയിലേക്ക് ഇത് സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ തന്നെയാണ് നമ്മുടെ രണ്ടുപേരുടെയും തീരുമാനം. പരമാവധി ആളുകളെ കൊണ്ട് നാളേക്ക് കരുതി വെക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും. ഈ കഴിഞ്ഞ വീഡിയോകളൊക്കെ പുറത്തു വന്ന ശേഷം നല്ല അഭിപ്രായമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ പോലും അതിനടിയിൽ വരുന്ന ഒരുപാട് കമൻസ് ഉണ്ട്. അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്കിന്ന് സംസാരിച്ച് തുടങ്ങാം. ഓക്കെ. അതിലേറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം, നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുകയല്ലാതെ, ഷംസുദ്ദീൻ സാർ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ ഒരു സാധാരണക്കാരായ ആളുകൾക്ക് 1500-ഉം 1000 ഒക്കെ ദറംസ് സാലറി വാങ്ങിക്കുന്ന ആളുകൾക്ക് നിത്യച്ചെലവിന് പോലും എത്തുന്നില്ല. എന്നിട്ട് എങ്ങനെ ഞങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് പറഞ്ഞു പോകാൻ എളുപ്പമാണ് എന്ന്. 5 പതിറ്റാണ്ടിലധികമായിട്ട് ഈ സമ്പാദ്യശീലത്തെക്കുറിച്ച് പറയുന്ന ആളാണ്. അങ്ങേക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. എന്താണ് ഇത്തരത്തിലുള്ള ആളുകളോട് സമ്പാദിക്കാൻ വേണ്ടി, നാളത്തേക്ക് പണം മാറ്റിവെക്കാൻ വേണ്ടി പറയാനുള്ളത്? അനൂപ് 50 വർഷമായി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ വിഷയം. അതിൽ എന്നെ സംബന്ധിച്ച് ധാരാളം അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും, അതായത് ഈ നാട്ടിൽ, ഇത് പുണ്യനാടാണ്, ഈ പുണ്യഭൂമിയിൽ ജീവിക്കുന്നവരിൽ എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. വളരെ ചെറിയ ശമ്പളം, 1500 ശമ്പളം മേടിക്കുന്നവരുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഒരു 5000 മേടിക്കുന്നവരും 10000 മേടിക്കുന്നവരുണ്ട്. 1,00,000 മേടിക്കുന്നവരും ഉണ്ട്. വ്യാപാര വ്യവസായികളുണ്ട്. ഇതിൽ 2 സെഗ്മെൻറ്റിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ഗണത്തിൽപ്പെട്ട, എല്ലാ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളിലും സമ്പാദിക്കാൻ സാധിക്കാത്തവരുമുണ്ട്. എല്ലാ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളിലും സമ്പാദിക്കാൻ സാധിക്കുന്നവരുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ എന്നുള്ളത് എൻ്റെ ലൈഫിൽ മറ്റുള്ളവരുടെ ജീവിതവുമായി അടുത്ത് ഇടപഴകുന്നതിൻ്റെ ഭാഗമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ ചോദിക്കുക, ഞങ്ങൾ ചെറിയ വരുമാനക്കാരായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ള. സമ്പാദിക്കുന്നതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാവണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സമ്പാദ്യശീലം നമ്മൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാവണം. അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്, ഏത് തരത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു വേള നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പോകും. ആ പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഗൾഫിലുള്ള സമയത്ത് ജീവിക്കുന്നത് പോലെ ജീവിതം തുടരുവാനുള്ള ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കി തീർക്കുക എന്നതാണ് സമ്പാദ്യത്തിൻ്റെ ഉദ്ദേശം. സമ്പാദിക്കുക മാത്രമല്ല, അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നിക്ഷേപിക്കലാണ്. ആ ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അത് ഉണ്ടാവണമെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സദാസമയം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നതിനിടയിൽ നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ, നാട്ടുകാർ, ഇങ്ങനെ പലരും നാട്ടിലേക്ക് തിരിച്ചുപോയി. അതൊരു റെഗുലർ പ്രോസസ്സാണ്. കുറേ ആളുകൾ ഇവിടെ പുതുതായിട്ട് വരുന്നു, അതേ സമയത്ത് പഴയ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. പെർമനൻ്റ് പ്രോസസ്സാണ്. ഇത്തരം നാട്ടിലേക്ക് തിരിച്ചു പോയ പലരും അവരിവിടെ ഉണ്ടാവുന്ന കാലത്ത് സസന്തോഷം നാട്ടിൽ ജീവിച്ചിരുന്നു. അങ്ങനെയുള്ളവർ നാട്ടിൽ ചെന്ന് ഏതാനും മാസം നിൽക്കുമ്പോഴേക്ക് അവർക്ക് ജീവിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരുന്നു. അവർ പല സുഹൃത്തുക്കൾക്കും മെസ്സേജ് അയക്കുന്നു, എനിക്ക് തിരിച്ചു വരണം, നാട്ടിൽ നിൽക്കാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ളൊരവസ്ഥ, പലരുടെയും അതിദയനീയമായ അവസ്ഥ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ കണ്ടിട്ടുള്ള രൂപം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ആ മനസ്സിൽ ആ രൂപം ഉണ്ടായ അതിനോടൊപ്പം നമ്മൾ കരുതേണ്ടത്, ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവരുത് എന്ന ദൃഢനിശ്ചയം നമുക്കുണ്ടാവണം. അതുണ്ടെങ്കിൽ എല്ലാവർക്കും സമ്പാദിക്കുക. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകളോട് ഞാൻ ക്ലാസ്സിലേക്ക് ചോദിച്ചാലോട് ചെലവ് കഴിച്ച് ബാക്കി വരുന്നതാണെന്നാണ് ഉത്തരം. ഉടനെ ഞാൻ ചോദിക്കുക, നിങ്ങളിൽ എത്ര പേർക്ക് ചെലവ് കഴിച്ച് ബാക്കി വരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, ഉണ്ട് എന്ന് പറയും 100-ൽ 5 പേര് പോലും ഉണ്ടാവില്ല. ആർക്കും സാധിക്കുന്നില്ല.
അപ്പോൾ സമ്പാദിക്കണമെങ്കിൽ നമ്മൾ തീരുമാനിക്കേണ്ടത് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ചെലവാണ് സമ്പാദ്യമെന്ന് തീരുമാനിക്കണം. എന്നിട്ട് ആ ചെലവ്, അതായത് സമ്പാദ്യം, ശമ്പളം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന ആൾ അതിൽ ഇത്ര ശതമാനം അങ്ങനെ മാറ്റി വെക്കുക എന്ന് പറയുന്നത് ദൃഢനിശ്ചയം നമുക്കുണ്ടാവണം. ആ നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ ചെയ്യുകയും ചെയ്യണം. അത് മിനിമം 20% മാറ്റിവെക്കണം. 20% മാറ്റി വെച്ചിട്ട് നമ്മൾ ധരിക്കേണ്ടത് എൻ്റെ വരുമാനം എന്ന് പറയുന്നത് എൻ്റെ ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ മാസ വരുമാനം ലഭിക്കുന്നതിൽ നിന്ന് 20% ബാക്കി വരുന്നതാണ് എൻ്റെ വരുമാനം എന്ന് നമ്മൾ ധാരണയിലെത്തണം. അത് നമ്മുടെ ഭാര്യ, പ്രായമായിട്ടുള്ള മക്കൾ അവർക്കൊക്കെ ഒരു ആ ധാരണയിൽ പങ്കാളിയാവണം. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അത് സാധിക്കുകയുള്ളൂ. നാട്ടിലുള്ള ഭാര്യയാണെങ്കിൽ അവർക്കും അറിഞ്ഞിരിക്കണം ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട്, അതിന് ഞാനും സഹായിക്കേണ്ടതാണ് എന്ന് സ്വന്തം ഭാര്യയ്ക്കും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ 20% ആ ചെലവ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും ബാക്കിയുള്ളത് കൊണ്ട് ജീവിച്ച് ശീലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, എങ്ങനെ ഒരു 1500 2000 ശമ്പളം മേടിക്കുന്നവരും ഉണ്ടല്ലോ, നിങ്ങൾ ലക്ഷക്കണക്കിന് വരുമാനമുള്ളവരെ കേൾക്കുന്നുണ്ട്, കേൾക്കാൻ ആഗ്രഹമുണ്ട്, അവർക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യാൻ സാധിക്കാത്തവരാണ്. എന്നതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ വരുമാനക്കാർക്കും സാധിക്കുന്നില്ല. അതേ സമയത്ത് ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഒരു സുഹൃത്ത് 250 ദർഹം എന്ന് പറഞ്ഞാൽ 5000 റുപ്പിയ ഏകദേശം മാറ്റിവെച്ച് അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം തുടങ്ങിയ ആളാണ്. ആ വ്യക്തി എന്നെ എൻ്റെ റേഡിയോ പ്രോഗ്രാമിൽ ഒരിക്കൽ വിളിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ 70,000 റുപ്പിയ പ്രതിമാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ് അയാളുടെ അനുഭവം. പിന്നീട് അദ്ദേഹത്തെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് അയച്ചു തന്നു. എനിക്ക് ബോധ്യപ്പെട്ടു ഇത് സാധിച്ചു എന്നുള്ളത്. പക്ഷേ ഇതൊരു നീണ്ട പ്രോസസ്സായിരുന്നു. ഇദ്ദേഹം മാറ്റിവെക്കുകയും അത് ഇൻവെസ്റ്റ് ചെയ്യുകയും ശീലിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനിൽ കാര്യമായ മാറ്റം വന്നു. അദ്ദേഹത്തിന് പല പല ആഗ്രഹങ്ങളും പല പല ലക്ഷ്യങ്ങളും വന്നു. നമുക്കെല്ലാവർക്കും വേണം, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഒരു പ്ലാനിങ് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും. അദ്ദേഹത്തിന് സംഭവിച്ചത്, അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ആ ശമ്പളം കിട്ടിയതിൽ നിന്ന് ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നോക്കൽ തുടങ്ങി. എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ചെയ്യുന്ന ജോലി തന്നെ കൂടുതൽ ശ്രദ്ധയോടും കൂടുതൽ കമ്പനിക്ക് ഈ വ്യക്തി ഞങ്ങളുടെ ഒരു അസറ്റാണ് തോന്നത്തക്ക വിധത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ശമ്പളം കൂട്ടി കിട്ടി. പിന്നീട് അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ചെയ്യുന്ന മേഖലയിൽ കുറേ സ്കില്ലുണ്ടായാൽ എനിക്ക് കൂടുതൽ ശമ്പളം കിട്ടുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ചില കാര്യങ്ങൾ സ്വന്തം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ പഠനത്തിൻ്റെ ഭാഗമായി ചില പ്രത്യേക ഒരു സെഗ്മെൻറ്റിൻ്റെ ഇൻചാർജായി അദ്ദേഹത്തിന് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും ശമ്പളം കൂടി. അങ്ങനെ ചെയ്തപ്പോഴാണ് വെറും 250 പ്രതിമാസം മാറ്റിവെച്ച വ്യക്തിക്ക് 70,000 പ്രതിമാസം മാറ്റിവെക്കാനുള്ള എബിലിറ്റി ഉണ്ടായി എന്ന് പറഞ്ഞത്. ഇപ്പം എനിക്കറിയാം, എൻ്റെ അടുത്ത് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ സാധാരണ 1500 ശമ്പളം മേടിക്കുന്ന ആളുകളുണ്ട്. വീടുകളിൽ ഹൗസ് മെയ്ഡായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ പോലും അവർ ജോലി ചെയ്യുന്ന സമയത്ത് റേഡിയോ വെച്ച് കേൾക്കുമായിരുന്നു. അങ്ങനെയുള്ളവർ ഇന്ന് തിരിച്ചു പോയിട്ട് 50,000 റുപ്പിയ പ്രതിമാസം SWP മേടിക്കുന്ന വ്യക്തികളുണ്ട്. നാട്ടിൽ 60 വയസ്സായപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ അവർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൽ നിന്ന് കിട്ടിയ എമൗണ്ട്, ആ എമൗണ്ടിൽ നിന്ന് മാസം അവർക്ക് മാത്രമല്ല അവരുടെ മക്കളുടെ കുടുംബങ്ങൾക്കും വേണ്ടി ഒതുങ്ങാവുന്ന അത്ര 50,000 റുപ്പിയ തിരിച്ചെടുക്കാനുള്ള എബിലിറ്റി അവർക്കുണ്ടായിത്തീർന്നു. ഇത് അസാധ്യമായുള്ള കാര്യമല്ല. ഇവിടെ ഖത്തറിൽ ഒരു അറബി വീട്ടിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തി എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു തന്നു. സാറേ, ഇത് ആർക്ക് വേണമെങ്കിലും കാണിച്ചു കൊടുക്കാം, എൻ്റെ അനുഭവമാണ്.
ആ വ്യക്തിയുടെ കയ്യിൽ അത് അയച്ചു തരുന്ന സമയത്ത് 1,20,00,000 സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് കാണാൻ സാധിച്ചു. അല്ലേലുള്ള മറ്റൊരു വ്യക്തി ഇതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്തിരുന്നത് തബ്ബാക്കായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഇപ്പോഴ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. 1,40,00,000 എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും ഷംസുക്ക കാണിച്ചു കൊടുത്തോളൂ എൻ്റെ അനുഭവം, പറഞ്ഞോളൂ, എന്നെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ആളുകളെല്ലാം. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എത്ര ചെറിയ വരുമാനക്കാരാണ്, ഇവിടെ എത്ര സമ്പന്നരായിട്ടുള്ള ആളുകളാണെങ്കിലും 2 സെഗ്മെൻറ്റിൻ്റെ അവസ്ഥയും ഒരുപോലെയാണ്. ഇത്ര കിട്ടിയാലും ഒന്നും സമ്പാദിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു വിഭാഗം. അതേ സമയത്ത് അവർ ഇന്നിവിടെ ജീവിക്കുന്ന സമയത്ത് ഇതേപോലുള്ള ആളുകൾ സമ്പാദിക്കുകയും നിക്ഷേപം നടത്തി നാട്ടിൽ തിരിച്ചുപോയി സസന്തോഷം ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സ്, പ്രതിമാസ വരുമാനം ലഭിക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സുള്ളവരായി മാറിയിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഇന്ന് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ജീവിക്കുന്ന 10,000 ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിൻ്റെ അനുഭവം ഇത്രയും ചെറിയ കാലത്തെ അനുഭവമല്ലേ പറയുന്നത്. 32 വർഷം റേഡിയോയിൽ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഇവിടെ ചുരുങ്ങിയ മനുഷ്യരേ ഉള്ളൂ. ആ ഓരോ വ്യക്തിയെ കാണുമ്പോഴും എൻ്റെ വിഷയം ഇത് തന്നെയാണ്. 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, മിതത്വം പാലിക്കുക എന്നുള്ളത്, സമ്പാദ്യം നിക്ഷേപിക്കുക. ഈ 4 കാര്യങ്ങളെ എനിക്ക് എല്ലാവരോടും സദാസമയം പറയാനുള്ളൂ. ആ പറഞ്ഞതിൻ്റെ ഫലമായി ഇന്ന് ഇത്രയും സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കുന്നത്, സസന്തോഷം ജീവിക്കുന്ന ആയിരക്കണക്കിന് ഓരോ ജില്ലയിലും ഉണ്ട്. ആ അനുഭവമാണ് ഇത്രയും പ്രായമായിട്ടുള്ള അവസ്ഥയിൽ പോലും ഇത് നിരന്തരം സംസാരിക്കുവാനും നിരന്തരം ആളുകൾ കോളിന് റിപ്ലൈ ചെയ്യുവാനും നിരന്തരം അവർക്ക് വേണ്ടി അഡ്വൈസ് കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ടാക്കി തരത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഓരോ ശ്രോതാവിനും സാധിക്കും ഈ പറഞ്ഞതെല്ലാം. എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റും, എൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയ ഏതൊരു വ്യക്തിയോടും ഞാൻ പറയാറുള്ളത്, നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് പറയാം, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇന്നുള്ള എൻ്റെ ഒരു 4 ഇരട്ടി സാമ്പത്തിക ശേഷിയുള്ളവരായി നിങ്ങൾ മാറും എന്നുള്ള പരിപൂർണ ഉറപ്പുണ്ട്. അതിന് എത്രയോ ആളുകളെ, 10,000കണക്കിന് ആള് ദൈവം സഹായിച്ച അനുഭവം എൻ്റെ മുമ്പിലുണ്ട്. അതായത് മനസ്സ് വെച്ചാൽ മതി, സാധിക്കും. സാറിനെ ഇമ്പോസിബിൾ എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് എപ്പോഴും ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് എല്ലാവർക്കും സാധിക്കുമെന്നുള്ളത് വളരെ അടിവരായിട്ട് ഞാൻ ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ്. അസാധ്യമായതൊന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഷംസുൻ സാർ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു നിക്ഷേപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഒരുപാട് നിക്ഷേപത്തിൻ്റെ മാർഗ്ഗങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ഒരുപാട് നിക്ഷേപങ്ങളെക്കുറിച്ച് നിരന്തരം ആളുകൾ ഇങ്ങനെ കോൾ വരുന്നു സംസാരിക്കുന്നതിന്. മ്യൂച്വൽ ഫണ്ടും SIPയും തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ച് 1-2 സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് മ്യൂച്വൽ ഫണ്ട്? നമ്മൾ SIP എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. മ്യൂച്വൽ ഫണ്ടും SIPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതെങ്ങനെയാണ് ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക? 2 വ്യത്യസ്തമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ നിന്ന് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ പണം സമാഹരിക്കുകയും ആ സമാഹരിക്കപ്പെട്ട പണം വിവിധ മേഖലയിൽ, ഓഹരികളിൽ, കടപത്രങ്ങളിൽ എന്ന് പറയേണ്ട പല മേഖലയിലും, റിയൽ എസ്റ്റേറ്റിൽ, ഇങ്ങനെ പല കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ ഗ്രോത്ത്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ആ വരുന്നത് നിക്ഷേപിച്ചവർക്ക് ലഭിക്കുക. അത് ക്യാപിറ്റൽ അപ്രീസിയേഷനായിട്ട്, മൂല്യവർധനവായിട്ട്, അല്ലെങ്കിൽ ഡിവിഡൻ്റായിട്ട്, ലാഭവിഹിതമായിട്ട്, ഇങ്ങനെ പല വിധത്തിലും തിരിച്ചു കിട്ടുന്ന ഒരു സംവിധാനത്തെയാണ്, ഫിനാൻഷ്യൽ പ്രൊഡക്റ്റാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതേസമയത്ത് SIP എന്ന് പറയുന്നത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മോഡ് ഓഫ് ഓപ്പറേഷനാണ്. ഒരു വ്യക്തി എല്ലാ മാസവും മിച്ചം വെക്കുന്ന സംഖ്യ എത്രയാണോ അതിൽ
ഏറ്റവും ഒരു ബുദ്ധിമുട്ടും കൂടാതെ തനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്ന ഒരു സംഖ്യ എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റായിട്ട് ചൂസ് ചെയ്യപ്പെട്ട മ്യൂച്വൽ ഫണ്ടിലേക്ക് ഓട്ടോ ഡെബിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സംവിധാനത്തെയാണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുക. അതിൻ്റെ ഒരു പ്രത്യേകത, ഒന്ന്, അത് എല്ലാ മാസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആണ്, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. താഴ്ന്നിരിക്കുമ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ആ താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, മാർക്കറ്റ് താഴ്ന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഖ്യ എത്രയാണോ അതിന് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ വില NAV, നെറ്റ് അസറ്റ് വാല്യൂ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ മാർക്കറ്റ് താഴുമ്പോൾ അതിൻ്റെ NAV കുറഞ്ഞിരിക്കും. അപ്പോൾ മാർക്കറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ യൂണിറ്റുകൾ മാർക്കറ്റ് താഴ്ന്നിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സുദീർഘകാലം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം, ഗൾഫിൽ ജീവിക്കുന്നിടത്തോളം കാലം SIP തുടരണം എന്നാണ് ഞാൻ പറയാറുള്ളത്. തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻകം സ്റ്റോപ്പ് ആവുന്നു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ എന്നുള്ളതിലേക്ക് തിരിച്ചെടുക്കേണ്ട ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും കുറഞ്ഞ സമയത്ത്, മാർക്കറ്റ് താഴ്ന്നിരിക്കുന്ന സമയത്ത് കൂടുതൽ യൂണിറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുകയും മാർക്കറ്റ് ഉയർന്ന സമയത്ത് അതിനേക്കാൾ കുറവ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഏവറേജ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൈസ് കുറവായിരിക്കും. അതേ സമയത്ത് നമ്മൾ തീരുമാനിക്കുക ഒന്നിച്ച് എന്തെങ്കിലും നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും മാർക്കറ്റ് താഴ്ന്നിരിക്കുമ്പോൾ തിരിച്ചെടുക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയം നമുക്ക് വേണം. അതേ സമയത്ത് നമ്മൾ SWP എടുക്കണമെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് എല്ലാ മാസവും നമ്മൾ എടുക്കുന്നുണ്ട്, അതിന് പ്രശ്നം വരില്ല. അത് എന്തുകൊണ്ടെന്നാൽ 15-20% റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് SWP എടുക്കുന്നത് കേവലം 8% മാത്രമായിരിക്കും. അപ്പോൾ 15% കിട്ടുന്നതിൽ നിന്ന് 8% എടുത്തു കഴിഞ്ഞാൽ 7% ഗ്രോത്ത് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദീർഘകാലം നമുക്ക് അത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ തിരിച്ച് എല്ലാ മാസവും എടുക്കാൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമ്മളുടെ ആ ഒരു രീതി സഹായകമായി തീരും. കഴിഞ്ഞ 1974 മുതൽ ഓപ്പൺ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ചേർന്നവർ ഈ 30 വർഷത്തിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ആ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട സംഖ്യയിൽ നിന്ന് തിരിച്ചു പോയതിന് ശേഷം തിരിച്ച് SWP ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തിട്ട് പോലും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നാട്ടിൽ പോയി 20 വർഷം 15 വർഷമൊക്കെ ജീവിച്ച ആളുകൾ ഇപ്പോഴും പറയുന്നു അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇപ്പോഴും ബാക്കിയുണ്ട്, ഇപ്പോഴും ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം, ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള റിയൽ സാമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിച്ച് പരിപൂർണമായിട്ട് വിശ്വസിക്കാവുന്ന സാഹചര്യമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് തുടങ്ങിയ കാലം മുതൽ, തുടങ്ങുന്ന സമയത്ത് 10 രൂപയാണ് NAV ഉണ്ടാവുക. അത് 380 3000 എത്തിയതുകൊണ്ട് ഓരോ കാലഘട്ടത്തിനും ഓരോ പ്രൊഡക്റ്റിൻ്റെ രീതി അനുസരിച്ച് ഇന്നത്തെ NAV അത്രയും ഉയർന്ന NAV ആയിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നത് പോലെ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നവർ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കും ഇതല്ല, ഇതിൽ കൂടുതൽ ലഭിക്കും. അത് എന്തുകൊണ്ട് പറയുന്നു എന്നാൽ ഇന്ത്യയുടെ ഭാവി വളരെ ശോഭനമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിൽ അത്രമാത്രം വിശ്വാസവും ട്രസ്റ്റും ഉള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തുടങ്ങുക, എന്നാൽ നിങ്ങൾക്ക് അതിശോഭനമായൊരു ഭാവി ഉണ്ടാകും. ഇപ്പോൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും അതേസമയം SIP എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കി സാധിച്ചിട്ടുണ്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമ്മളെ ഒരാൾ നിക്ഷേപിക്കണം എന്ന് വന്ന് പറയുന്നു, ഏതിലേക്കാണ് നിക്ഷേപിക്കേണ്ടതെന്ന് ഷംസുൽ സാറിനോട് ചോദിക്കുന്നു.
നമ്മളെ ഏറ്റവും സാധാരണക്കാരായല്ല ഒരു മിഡിൽ ക്ലാസ് ആളുകൾ വന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്ന് നിക്ഷേപിക്കണം. അത് ഏതിൽ നിക്ഷേപിക്കണം എന്നുള്ളത്. ഈ ഒരു സമയത്ത് 2025 നമ്മൾ നിൽക്കുന്നത് സമയം. ഏകദേശം 80,000 മുകളിലേക്കായിട്ടുണ്ട് ഓഹരി വിപണി കുതിച്ചെത്തിയിട്ടുണ്ട്. 100-ൽ നിന്നാണ് ഈ 80,000-ലേക്കുള്ള യാത്ര ഉള്ളത്. അപ്പോൾ ഷംസുൻ സാർ എന്തായിരിക്കും പറയുക? അവരോട് ഏതിൽ നിക്ഷേപിക്കണം എന്നാണ് പറയുക? ഇപ്പോൾ ഫാർമയിൽ അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ നമുക്കിപ്പം. അപ്പോൾ ഏതിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഗുണം ചെയ്യുക? അതെങ്ങനെ തീരുമാനിക്കും? ഒരാൾ നിക്ഷേപിക്കാൻ പോകുമ്പോൾ എന്നതിൽ നിക്ഷേപിക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കും? ആ, അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം 2 തരത്തിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളെ കാണാൻ സാധിക്കും. എല്ലാ മാസവും പുതുതായിട്ടുള്ള NFO ഉണ്ടാവും, ന്യൂ ഫണ്ട് ഓഫർ. അത് എപ്പോഴും 10 രൂപയ്ക്കായിരിക്കും ഓഫർ ചെയ്യുക. അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതേ സമയത്ത് US 1964 എന്നുള്ളത് 1964 ഇറക്കിയ മ്യൂച്വൽ ഫണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേരെല്ലാം മാറി. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടേതായിരുന്നു. പിന്നീട് പ്രൈവറ്റ് സെക്ടറിലേക്ക് വന്നു, ബാങ്കുകൾ വന്നു, ഇൻ്റർനാഷണൽ കമ്പനികൾ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് തുടങ്ങി. ഇന്ന് 10,000-കണക്കിന് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. 44ഓളം ഫണ്ട് ഹൗസസ് ഉണ്ട്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട് ഇന്ന്. അപ്പോൾ ധാരാളം മ്യൂച്വൽ ഫണ്ടുകൾ ലഭ്യമാണ്. അപ്പോൾ ചിലർക്ക് താല്പര്യം NFOയിൽ ചെയ്യലാണ്. പുതിയ ഓഫർ വരുന്ന സമയത്ത് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10 രൂപയ്ക്ക് കിട്ടും എന്ന് ധാരണയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യും. അല്ലാത്തവർ മാർക്കറ്റിൽ നിന്ന് ചെയ്യും. ആ മാർക്കറ്റിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് 1994 ഉദാഹരണമായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ അതിൻ്റെ NAV ഇത്ര ആയിട്ടുണ്ട്, ഈ കാലഘട്ടത്തിൽ ഇത്രയും ലാഭം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ NAV എത്രയോ വർദ്ധിച്ചിട്ടുള്ള സന്ദർഭത്തിൽ പോലും ആ ഉയർന്ന NAVക്ക് വാങ്ങിച്ചാലും ദോഷം വരില്ല. കാരണം അതൊരു ഹിസ്റ്ററി നമുക്കുണ്ട്. ഇത്രയും കാലം അതിന് ഗ്രോ ചെയ്തതെന്ന്. ഇനിയുള്ള കാലത്തും ഇന്ത്യൻ എക്കോണമി വളരുന്നതിനനുസരിച്ച് ഇന്ത്യയിലെ കമ്പനികളുടെ വാല്യൂ, ക്യാപിറ്റൽ മാർക്കറ്റിൽ കമ്പനികൾക്കുള്ള പ്രൈസ് ഉയർന്നു വരും. പലരും പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് 80,000 സെൻസെക്സ് കാണുന്നത് അധികം താമസിയാതെ 1,00,000 എത്തിച്ചേരും എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം മുൻകാലങ്ങളിൽ ചിലർ പറയുന്ന സമയത്ത് പലർക്കും അതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നി. 2004 രാകേഷ് ജുൻജൻവാല എന്ന് പറയുന്ന ഇന്ത്യയിലെ വാറൻ ബഫറ്റ് എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുക. അദ്ദേഹം ദുബൈയിൽ വന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായി, 7,000 ഉണ്ടായിരുന്ന സെൻസെക്സ് 2015 ആവുമ്പോഴേക്ക്, 2007 2010 ആവുമ്പോഴേക്ക്, 3 വർഷം കഴിയുമ്പോഴേക്ക് 21,000 ആവുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് ഒരു 500-ൽ പരം ആളുകളുടെ അവിടുന്ന് ഒരു കൂട്ടച്ചിരിയാണ് ഉണ്ടായത്. കാരണം ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം, ഒരു തമാശ പറഞ്ഞതുപോലെ. പക്ഷേ പ്രിസൈസ്ലി ആ പറഞ്ഞ സമയത്ത്, അദ്ദേഹം പറഞ്ഞ സമയത്ത് 21,000 എത്തി. അപ്പോൾ ഇങ്ങനെയുള്ള വിദഗ്ധർക്ക് ഇതെല്ലാം കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള വിദഗ്ധരെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് 2030 ആവുന്ന സമയത്ത് നമ്മളുടെ സെൻസെക്സ് ഒരു 6 ഡിജിറ്റ് ആയാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ ഒരു കാലത്ത് എന്തായിരുന്നു നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ സമയത്ത് ലോകത്തിലെ 4th എക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനേക്കാൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് 2030 ആകുമ്പോഴേക്ക് എന്ന് പറയുന്നു. ലോകത്ത് 3-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്താൻ വേണ്ടി പോകുന്നു. അതൊരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സാധാരണ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പോൾ ചിലർ പ്രെഡിക്റ്റ് ചെയ്തു എന്ന് പറയുന്നില്ലേ, ഇന്ത്യയിലെ സെൻസെക്സ് 80,000 ഇപ്പോഴുള്ളത് 1,00,000 തീരുന്ന. അത് സംഭവിക്കും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതെല്ലാം ഈ കേൾക്കുന്നവർ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യയുടെ അഭിവൃദ്ധിയോടൊപ്പം വളരുവാൻ സാധിക്കും. ഒരു രാഷ്ട്രത്തിൻ്റെ എക്കോണമിയുടെ ഇൻഡിക്കേറ്ററാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സാണ് ഓരോ വ്യക്തിക്കും ആ രാജ്യം എന്ത് ബെനിഫിറ്റ് തന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നത്. 1979 100 ഉണ്ടായിരുന്ന സെൻസെക്സ് ആണ്
ഇപ്പോൾ 80,000 ആയിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ 30 വർഷത്തെ അനുഭവം വെച്ച് നോക്കിയപ്പോൾ തന്നെ 6 ഒക്കേഷനിൽ മാർക്കറ്റ് കുത്തനെ മുകളിലേക്ക് പോവുകയും കുത്തനെ താഴോട്ട് ഇടിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനൊക്കെ ഇടിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചത് ഒരു ഇടിയലുണ്ടായിട്ട് പിന്നെ ഉണ്ടാവുന്ന കുത്തനെ ഉണ്ടാവുന്ന മുകളിലേക്ക് പോകൽ അതിൻ്റെ നേരെ മുമ്പ് ഉയർന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ ഉയരാൻ അവസരം ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഈ ലെവലിൽ എത്തുവാൻ സാധിച്ചത്. ഇതിനോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും വളർച്ച ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഉണ്ടായിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നവരും ഉണ്ടായിട്ടുണ്ട്. ഒരു സംശയമുള്ളത്, ഈ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇത് വലിയ രീതിയിലുള്ള ഒരു തകർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ നഷ്ടപ്പെടില്ലേ എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട്. അതുകൊണ്ട് ഭയന്ന് നിൽക്കുന്നവരുണ്ട്. എന്താണ് പറയാനുള്ളത്? അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അത് ചോദിച്ചു, വളരെ നന്നായി. എന്താണെന്ന് പറഞ്ഞാൽ മീഡിയ പറയാ എന്താണെന്നറിയോ, മാർക്കറ്റ് ഇപ്പോൾ 2000 പോയിന്റ് താഴ്ന്ന ഇത്ര കോടി റുപ്യ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. വലിയ സംഖ്യയാണ്, ലക്ഷക്കണക്കിനുള്ള സംഖ്യ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ നഷ്ടപ്പെടുന്നില്ല. അതേസമയത്ത് നമ്മുടെ കയ്യിൽ ഗോൾഡുണ്ട്. ഗോൾഡിൻ്റെ വില കുറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഇന്ത്യയിൽ ഗോൾഡ് ഉള്ളവരുടെ എല്ലാം ഇത്രയും നഷ്ടപ്പെട്ടു എന്ന് പറയാറില്ല. ഇതിനെന്താ കാരണം? ഈ വസ്തു നമ്മുടെ കയ്യിലുണ്ട്. ഓഹരി ആണെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ട്. ആ പർട്ടിക്കുലറിൻ്റെ വില കുറഞ്ഞപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മൂല്യം കുറഞ്ഞിരിക്കുക കാണുന്നത്. അല്ലാതെ നമ്മൾ 1 കോടി ഉണ്ടായിരുന്നത് ആ പർട്ടിക്കുലർ 75 ലക്ഷമായി മാറിയപ്പോൾ നമ്മൾ 75 ലക്ഷം റുപ്യ വിറ്റ് പോക്കറ്റിലിട്ടിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം 25 ലക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല, മൂല്യശോഷണേ വന്നിട്ടുള്ളൂ. മൂല്യശോഷണവും നഷ്ടപ്പെടലും രണ്ടും രണ്ടാണ്. നമ്മളെ കയ്യിലിരിക്കുന്ന ഒരു വസ്തു ഇന്നലെ ഉണ്ടായിരുന്ന വില ഇന്ന് നോക്കുമ്പോൾ ഇല്ല എന്നുള്ളൊരു അവസ്ഥ വന്നാൽ അത് മൂല്യശോഷണമാണ്. അതേ സമയത്ത് ഇന്നലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വസ്തു ഇന്നലെ ഉണ്ടായിരുന്ന വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ന് വിറ്റ് അതിന് പകരം നമ്മുടെ കയ്യിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. കാരണം കുറഞ്ഞ വിലയ്ക്ക് വിറ്റു, കുറഞ്ഞ വിലയ്ക്ക് വിറ്റ ആ പൈസ നമ്മുടെ കയ്യിൽ വന്നപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നതിൽ കുറവ് സംഖ്യ നമുക്ക് കിട്ടിയുള്ളൂ, കുറഞ്ഞ വാല്യൂ ആണ് നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറയാം. അല്ലാതെ മാർക്കറ്റ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ, താഴോട്ട് വരുമ്പോൾ ഇത്രയും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുകയും മാത്രമല്ല ഇത് രക്ഷയില്ല, അതിന് പകരം ഇത് വിറ്റ് ക്യാഷാക്കി ബാങ്കിലിട്ടാൽ 6% ബാങ്കിൽ നിന്ന് കിട്ടും എന്ന് സമാധാനിച്ച് കൊണ്ടുപോയി ഇടുന്നതാണ് തെറ്റ്. അങ്ങനെ ഡിസിഷൻ എടുക്കലാണ് തെറ്റ്. എൻ്റെ ലൈഫിൽ എത്രയോ ആളുകളോട് വിൽക്കാൻ വേണ്ടി വന്ന സമയത്ത് കൈ പിടിച്ചു വെച്ച് ഒരിക്കലും ചെയ്തു പോലെ ഇത് കടുങ്ങുകയാണ്, ഇതൊരു ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്, ഇത് ചെയ്തു പോയില്ല എന്ന് പറഞ്ഞ അവസരം ഉണ്ടായിട്ടുണ്ട്. പലർക്കും എഴുതി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ നിർദ്ദേശിക്കുന്നു ഈ ഓഹരി നിങ്ങൾ ഹോൾഡ് ചെയ്യണം, വിൽക്കരുത്. ഇന്ന് ഞാൻ വിൽക്കുന്നത് നിങ്ങളുടെ കമ്പൽഷൻ കാരണം ഞാൻ വിൽക്കുകയാണെന്ന്. ഈ കടലാസും ആയിട്ട് എത്രയോ തവണ എൻ്റെ അടുത്ത് ആളുകൾ വന്നിട്ടുണ്ട്. എത്രയോ വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തു പോയത്. ITC, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഇങ്ങനെയൊക്കെ പല കമ്പനികളും അന്ന് അത് കിട്ടിയതിനേക്കാൾ 4 ഇരട്ടി 5 ഇരട്ടി 10 ഇരട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ അവർ വിൽക്കുകയാണത്. ഇന്ന് ആ സംഭവം അവർ 5000 റുപ്യ ഇൻവെസ്റ്റ് ചെയ്തത് 1 കോടിയിൽ കൂടുതലായി എന്ന് പറയും ഒരാളും വിശ്വസിക്കില്ല. ആ വിശ്വസിച്ചേ തീരൂ. പക്ഷെ അത് സംഭവിച്ചത് അതിൻ്റെ ആ ഷെയർ ഹോൾഡറായിട്ടുള്ള വ്യക്തിയുടെ കഴിവ് കൊണ്ടോ ഒന്നും അല്ല, അറിവില്ലായ്മ കൊണ്ട് ആ ഓഹരി അദ്ദേഹം അന്ധമായിട്ട് സൂക്ഷിച്ചു വെച്ചു, കണ്ണടച്ചങ്ങ് സൂക്ഷിച്ചു വെച്ചു. അന്ധമായിട്ട് സംഭവിച്ചു പോയതാണ്. അങ്ങനെ സംഭവിച്ചു പോയപ്പോൾ അതിൻ്റെ ബോണസ് എല്ലാം കിട്ടി. 200 500 ഷെയറൊക്കെ ഉണ്ടായിരുന്നത് 10,000 ഷെയറായി മാറി. അങ്ങനെ വന്നപ്പോൾ വിലവർധനവുണ്ടായി, ഡിവിഡൻഡ് ധാരാളം കിട്ടി. അങ്ങനെ വന്നപ്പോഴാണ് ഇത് 1 കോടിയും 1.5 കോടിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ
ഇത് ആളുകൾ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. മനസ്സിലാക്കാൻ നീന്തം പഠിക്കുന്നത് പോലെയാണ്. നീന്തം പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ ക്ലാസ് റൂമിൽ പോയി കേട്ടിരുന്നാലോ അല്ലെങ്കിൽ കുറേ പുസ്തകം വായിച്ചാലോ പഠിക്കാൻ സാധിക്കില്ല. അതിന് വെള്ളത്തിൽ ചാടിയേ പറ്റൂ, അതെ. വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റൂ. എന്നതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ, അതിൽ പ്രാവീണ്യം നേടണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. യെസ്. നിക്ഷേപം നടത്തി തുടങ്ങണം. അങ്ങനെ ചിലപ്പോൾ കുറച്ച് നഷ്ടമൊക്കെ വരും. പക്ഷേ അതല്ല ഒരു പാഠമാണ്. അപ്പോഴേ നമ്മൾ അതിൽ മാസ്റ്ററായി തീരുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മാസ്റ്ററാകാൻ സാധിക്കും. ഏത് എക്സ്പെർട്ടൈസാണ് നമുക്കുള്ളത് അത് ഒരു വിഷയമല്ല. ഡോക്ടർമാരിൽ നല്ല നിക്ഷേപകരുണ്ട്, ടീച്ചർമാരിൽ നല്ല നിക്ഷേപകരുണ്ട്, എഞ്ചിനീയർമാരിലുണ്ട്. എല്ലാ തരത്തിൽപ്പെട്ട ആളുകളിലും നല്ല നിക്ഷേപകരുണ്ട്. അവർ ജീവിതത്തിൽ അനുഭവസ്ഥരായി മാറിയതുകൊണ്ട് അവർ മാസ്റ്ററായി തീരുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും പ്രാവീണ്യം നേടാൻ സാധിക്കും. എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി ഈ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചാൽ സാധിക്കും. യെസ്. എന്തായാലും പരിശ്രമിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്നാണ് കെ വി ഷംസുൻ സർ പറയുന്നത്. നമ്മൾ ഷംസുൻ സാറുമായിട്ടുള്ള സംസാരം ഇനിയും തുടരും. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇതിൻ്റെ പല മേഖലകളിലും നമുക്ക് സഞ്ചരിക്കാനുണ്ട്.